മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരൻ ലഷ്കർ തലവൻ ഹാഫിസ് സയ്യിദ് കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ട്. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ വെച്ച് കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഹാഫിസ് സയ്യിദിന്റെ കൂട്ടാളി അബു ഖാത്തൽ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. പിയാ സുനിൽ ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകും. പിയാ സുനിൽ, ഗുഡ് മോർണിംഗ്. പിയാ സുനിൽ, ഇപ്പോൾ വരുന്ന വാർത്ത വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? അരുൺ, ഗുഡ് മോർണിംഗ്. ഏതായാലും പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ഇന്നലെ ഒരു അജ്ഞാതൻ ഹാഫിസ് സയ്യിദും കൂട്ടാളികളും സഞ്ചരിച്ച വാഹനത്തിന് നേരെ വെടിയുതിർത്തുവെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഈ വെടിവെപ്പിൽ അബു ഖാത്തൽ എന്ന ലഷ്കർ ഭീകരൻ കൊല്ലപ്പെട്ടുവെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു. ഈ വെടിവെപ്പിൽ ഹാഫിസ് സയ്യിദിനും ഗുരുതരമായി പരിക്കേറ്റു. റാവൽപിണ്ടിയിലെ ആശുപത്രിയിലേക്ക് ഹാഫിസ് സയ്യിദിനെ മാറ്റിയെന്നാണ് ലഭിക്കുന്ന വിവരം. അവിടെ വെച്ച് ഹാഫിസ് സയ്യിദ് കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സ്ഥിരീകരണം പാകിസ്ഥാൻ മാധ്യമങ്ങളോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളോ ഇതുവരെ നൽകിയിട്ടില്ല. ചില പ്രാദേശിക മാധ്യമങ്ങളും ചില സ്വതന്ത്ര മാധ്യമ പ്രവർത്തകരുമാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഏതായാലും ഈ ഒരു വെടിവെപ്പ് നടന്ന പ്രദേശത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ പ്രദേശമാകെ പാകിസ്ഥാൻ പോലീസ് വളഞ്ഞു, പാകിസ്ഥാൻ സൈന്യം വളഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പ്രദേശത്തു കൂടിയുള്ള വാഹന ഗതാഗതവും നിയന്ത്രിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇത് ശരിയാണെങ്കിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിലെ സൂത്രധാരനാണ് ഹാഫിസ് സയ്യിദ്. ഹാഫിസ് സയ്യിദിനെ വിട്ടുകിട്ടണം എന്ന് ഇന്ത്യ ഏറെ നാളായി ആവശ്യപ്പെടുകയാണ്. ഹാഫിസ് സയ്യിദിനെതിരെയുള്ള വ്യക്തമായ തെളിവുകളും ഇന്ത്യ പാകിസ്ഥാന് കൈമാറിയിരുന്നു. അപ്പോഴും ഹാഫിസ് സയ്യിദിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് പാകിസ്ഥാൻ സ്വീകരിച്ചത്. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. ഇന്ത്യ പിടികിട്ടാപ്പുള്ളിയായി ഇന്ത്യക്ക് വിട്ടുകിട്ടാനായി ഏറെ നാൾ ശ്രമിക്കുന്ന ഹാഫിസ് സയ്യിദ് ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടാണ്. ഏതായാലും അല്പസമയത്തിനകം ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഔദ്യോഗിക റിപ്പോർട്ടുകൾ വന്നില്ലെങ്കിൽ പോലും മാധ്യമങ്ങൾ പലരും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹാഫിസ് സയ്യിദ് സക്കം ടു ഇഞ്ചുറീസ് എന്ന് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സഹായിയും ഈ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇയാളും ഈ ഖത്തലും എന്ന് പറയുന്നയാളും അബു ഖത്തൽ എന്ന് പറയുന്നയാളും കുപ്രസിദ്ധനായിരുന്നു. അയാളും മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽപ്പെട്ട ആളാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇരുവർക്കും നേരെയാണ് അജ്ഞാതർ വെടിയുതിർത്തത് എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. ഇന്ത്യ ഏറെക്കാലമായി ഇയാളെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ പാകിസ്ഥാൻ അത് വിസമ്മതിച്ച ഘട്ടത്തിലാണ് ഇയാൾ ഇപ്പോൾ വെടിയേറ്റ് മരിച്ചിരിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ ചില വാർത്തകൾ കൂടി വരുന്നത് റിപ്പോർട്ട്സ് അബൌട്ട് ഹാഫിസ് സയ്യിദ് ആർ ഫാൾസ്. ഹി വാസ് നോട്ട് ഇൻ ദി വെഹിക്കിൾ ആൻഡ് ഈസ് ഇൻ ലാഹോർ എന്ന ഒരു കാര്യം കൂടി ഗുലാം അബ്ബാസ് ഷാ എന്ന് പറയുന്ന ആൾ എക്സിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. 2 people were shot dead near Mangala bypass Jalam after attackers on motorbike opened fire on vlog എന്ന് പറയുന്നു. എന്തായാലും അല്പസമയത്തുള്ളിൽ നമുക്ക് ആ വാർത്തയുടെ ഒരു കൺഫർമേഷനിലേക്ക് പോകാൻ കഴിയുമല്ലേ? തീർച്ചയായും ഇത് സംബന്ധിച്ച സ്ഥിരീകരണം വരേണ്ടതുണ്ട്. പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഔദ്യോഗികമായി എന്തെങ്കിലും ഇക്കാര്യത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മാത്രമല്ല അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഏതായാലും 2 പേർ ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഹാഫിസ് സയ്യിദും ഹാഫിസ് സയ്യിദിൻ്റെ കൂട്ടാളിയും ബന്ധുവുമായ ഖാത്തലുമാണ് എന്നാണ് ഇപ്പോൾ പൊതുവെ മാധ്യമങ്ങളൊക്കെ തന്നെ പറയുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഏതായാലും ഹാഫിസ് സയ്യിദാണ് കൊല്ലപ്പെട്ടത് എങ്കിൽ തീർച്ചയായും അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടത് തന്നെയായിരിക്കും. നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇന്ത്യ ഏറെ നാളായി ഹാഫിസ് സയ്യിദിനെ വിട്ടുകിട്ടാനായി വലിയ പരിശ്രമം നടത്തുകയാണ്. കാരണം മുംബൈയിൽ അത്രയും വലിയ ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകി, ആ ഭീകരാക്രമണത്തിന് ആസൂത്രണം നൽകി, അതിന് പിന്നാലെ ഇന്ത്യയിൽ നടന്ന പല തീവ്രവാദി ആക്രമണങ്ങളിലും ഹാഫിസ് സയ്യിദിൻ്റെ കൈയുണ്ടെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗമൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഹാഫിസ് സയ്യിദിനായി ഏറെ നാളായി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. മാത്രമല്ല ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന അബു ഖാത്തലും രജോരി മേഖലയിലൊക്കെ തന്നെ വലിയ ആക്രമണത്തിന് ആസൂത്രണം വഹിച്ച ഭീകരനാണ് എന്നുകൂടി ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ ഒരുപാട് നാളായി ഇന്ത്യ ഹാഫിസ് സയ്യിദിനും അതുപോലെ തന്നെ ലഷ്കർ ഭീകരന്മാർക്കുമായി ഇന്ത്യ പാകിസ്ഥാൻ ഇവർക്കെതിരെ ശക്തമായ നടപടി വേണം എന്ന് പാകിസ്ഥാനോട് ആവശ്യപ്പെടുകയാണ്. പക്ഷേ അപ്പോഴും ഇവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പാകിസ്ഥാൻ ഏറെ നാളായി സ്വീകരിക്കുന്നത്. ഹാഫിസ് സയ്യിദിനെ വിട്ടുകിട്ടണം എന്ന ആവശ്യത്തിൽ ഇന്ത്യ ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട നയതന്ത്ര നീക്കങ്ങളൊക്കെ ശക്തമാക്കുമ്പോഴും അതിനെതിരെ നിലപാട് സ്വീകരിക്കുന്ന ഒരു സമീപനമായിരുന്നു പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ ഹാഫിസ് സയ്യിദ് കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് വരുന്നു. ഹാഫിസ് സയ്യിദിന്റെ കൂട്ടാളിയായ അബു ഖാത്തൽ കൂടി ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ വരുന്നു. അജ്ഞാതരാണ് ഇവർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ വെടിയുതിർത്തത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അതേസമയം ഈ ഒരു ആക്രമണം നടന്നതിന് തൊട്ട് പിന്നാലെ 2 മൃതദേഹങ്ങളും അവിടെ നിന്ന്
രഹസ്യ കേന്ദ്രത്തിലേക്ക് ചിലർ മാറ്റി എന്നുള്ള മറ്റൊരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എന്താണ് ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്താൻ പോകുന്നത് എന്നത് നമുക്ക് അല്പസമയത്തിനകം അറിയാം. ഓക്കെ, താങ്ക് യു. പി ആർ സുനിലാണ് വിവരങ്ങൾ നൽകിയത്. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ അബൂ ഖാത്തൽ എന്ന് പറയുന്നയാളും മോസ്റ്റ് വാണ്ടഡ് ആയിട്ടുള്ള ടെററിസ്റ്റ് ആണ്. ഈ ഹാഫിസ് സയ്യിദിന്റെ കൂട്ടാളിയാണ്. 2023 രജൌരി മേഖലയിൽ നടന്ന ആക്രമണം പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. അന്ന് ജനുവരി മാസത്തിൽ നടന്ന ആക്രമണത്തിൽ 7 പേരാണ് കൊല്ലപ്പെട്ടത്. ഈ മരണത്തിൽ, ഈ കൊലപാതകത്തിൽ അബൂ ഖാത്തലിന് നേരിട്ട് പങ്കുണ്ട് എന്നുള്ളതാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത്. 26/11 മുംബൈ അറ്റാക്കിലും ഈ ഹാഫിസ് സയ്യിദ് പ്രധാന കുറ്റവാളിയായിരുന്നു. ഹാഫിസ് സയ്യിദിനെ കൈമാറാൻ ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടും പാകിസ്ഥാൻ വിട്ടുകൊടുത്തിരുന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ പഞ്ചാബ് പ്രവിശ്യയിൽ വെച്ച് ഹാഫിസ് സയ്യിദും ഹാഫിസ് സയ്യിദിന്റെ കൂട്ടാളിയായ അബൂ ഖൈത്തലും കൊല്ലപ്പെട്ടതായി ചില വാർത്തകൾ വരുന്നത്. ഹാഫിസ് സയ്യിദിന്റെ കാര്യം ഇതുവരെയും സ്ഥിരീകരിച്ചില്ല. മറ്റു മാധ്യമങ്ങൾ അബൂ ഖാത്തലിന്റെ കാര്യത്തിൽ അന്തർദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ പ്രസ് ജേണൽ അടക്കം ഹാഫിസ് സയ്യിദ് കൊല്ലപ്പെട്ടു എന്ന വാർത്ത നൽകുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല ഹാഫിസ് സയ്യിദിന്റെ മരണം. എന്നാൽ അബൂ ഖാത്തലിന്റെ മരണം സ്ഥിരീകരിച്ചതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പഞ്ചാബ് പ്രവിശ്യയിൽ വെച്ച് ചലത്തിനടുത്ത് വെച്ച് ആയിരുന്നു അജ്ഞാതർ വെടിയുതിർത്തത്. 2 പേർ അവിടെ വെച്ച് തൽക്ഷണം കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കൊല്ലപ്പെട്ടവരിൽ ഹാഫിസ് സയ്യിദ് ഉണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ ആയിരുന്നു അബൂ സയ്യിദ് എന്നുള്ളത് പ്രേക്ഷകർക്കറിയാം. 26/11 അറ്റാക്ക് പ്രേക്ഷകരുടെ മനസ്സിൽ ഇപ്പോഴും നടുക്കം വിട്ടുമാറാതെ നിൽക്കുന്നൊരു വാർത്തയാണ്. അതിലെ പ്രധാനപ്പെട്ട മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് ഈ ഹാഫിസ് സയ്യിദ് ആയിരുന്നു.